പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഡെയിലി മനയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി മന. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി സാംസ് 28, സങ്കീർത്തനങ്ങൾ 28. യഹോവേ, ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു, എൻ്റെ പാറയുള്ളവയെ നീ കേൾക്കാതിരിക്കരുത്. നീ മിണ്ടാതിരുന്ന കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. സങ്കീർത്തനങ്ങൾ 27. യഹോവൻ്റെ വിളിച്ച എൻ്റെ ലക്ഷ്യമാണെന്ന് ഞാൻ ആരെ ഭയപ്പെടും? യഹോവൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും? സദൃശവാക്യങ്ങൾ 5. പ്രോവേർബ്സ് 5. മകനെ, വകതിരുവിനെ കാത്തുകൊള്ളേണ്ടതിനും നിൻ്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായിക്കാം. പ്രൈസ് ലോർഡ്. മാത്യു ചാപ്റ്റർ 7. മത്തായി 7. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് അല്ല. സ്വന്തം കണ്ണിൽ കോലിരിക്കുന്ന ഈ സഹോദരനോട് നില്ല്, നിൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപട വ്യക്തിക്കാരൻ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടുപ്പായി തോന്നും. വിശുദ്ധമായ നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നുങ്ങളുടെ മുമ്പിൽ ഇടുകയും വരുത്. അവ കാൽ കൊണ്ടവയെ ചവിട്ടിക്കളയും, തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയും ചെയ്യുവായിട്ട് വരരുത്. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പെന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിങ്ങൾ തുറക്കും. യാചിക്കുന്നവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. പ്രൈസ് ലോർഡ്. റെവലേഷൻ ചാപ്റ്റർ 5. വെളിപ്പാട് 5. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്മേലും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികൾ 24 മൂപ്പന്മാർ ഓരോരുത്തരും വീണയും വിശുദ്ധാത്മാരുടെ പ്രാർത്ഥന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു. പുസ്തകം ഏറ്റുവാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രങ്ങളും ഭാഷകളും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് പുതിയൊരു പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലേറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 10,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്നും പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയിലും അവയിലുള്ളതൊക്കെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. പ്രൈസ് ലോർഡ്. വചനാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജനാം മിശിഹാ. സർവശക്തൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജനാം മിശിഹാ. ആഹാ ഹാ ഹല്ലേലൂയ, ആഹാ ഹാ ഹല്ലേലൂയ, ആഹാ ഹാ ഹല്ലേലൂയ, ആമേൻ. പ്രിയപിതാവേ, ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും ഏവരെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. വിശുദ്ധന്മാരെ ദൈവവേലക്കാരെ കുടുംബാലെ വ്യക്തിപരമായി ഏൽപ്പിക്കുന്നു. സകല ദൈവമക്കളെയും കുടുംബങ്ങളെ വ്യക്തിപരമായി തിരുക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പകരുമാറാണമേ, വിടുതൽ പകരുമാറാണമേ. എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കരം തൊട്ട്
കർത്താവെ പുതിയ വാതിലുകൾ തുറന്ന് മഹത്വത്തിലേക്ക് പ്രവേശിപ്പിടാക്കണമേ. എല്ലാ ദൈവനാമഹത്വത്തിനായി തീർക്കട്ടെ. ദൈവ കർത്താവെ ഹിതപ്രകാരം വഴികൾ തുറക്കട്ടെ. കർത്താവെ നീരുകൾ തുറന്നു വരട്ടെ. പച്ചവെള്ളത്തെ വിഞ്ഞാക്കണം മരിച്ച ലാസിനെ ഉറപ്പിച്ചത് ബലദാനശക്തി അയക്കുമാറണമേ. എല്ലാ അന്തരശക്തിയും ഓടിക്കുന്ന പോരാട്ടങ്ങൾ ഓടിക്കുമേ. എല്ലാ വ്യാപാര ശക്തിയും പൂർണ്ണമായ ആത്മീയമായി സ്വതന്ത്രമാക്കണമേ. ആ ശരീരം ആത്മീയമായി ഭൗതികമായി കർത്താവ് മെൻ്റലി ഫിസിക്കലി കർത്താവെ സ്തോത്രം സ്ട്രെങ്തമോൾ ഒരു ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തിപ്പാടുന്ന കർത്താവെ സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ നാമത്തിന് മഹത്വം കർത്താവ് ഞാനും ബുദ്ധി ശരീരം അദ്ദേഹം ബലപ്പെടുത്തും. വിവരങ്ങൾ നടക്കും വെളുപ്പാടും ദർശനം കൊടുത്ത് വഴി നടത്തുമാറാണ്. സകല മേഖല അത്ഭുതങ്ങൾ അതിശയങ്ങൾ പ്രവർത്തിക്കുമാറാണ്. തിരുത്തരം കൂടെ എഴുന്ന് വഴി നടത്തുമാറിയ മധുരമാക്കണേ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുമാർ ചെങ്ങളെ വാചി ശ്രേണിക്കടുത്ത ദൈവം കൂടെ ഇരിക്കുമാറണമേ. കർത്താവ് ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വം ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വം മാനവ ശക്തിയും ബലവും സ്തോത്രം അങ്ങേക്ക് അർപ്പിക്കുന്നു കർത്താവെ സ്തോത്രം. ഈ ആഴ്ച കർത്താവെ അവർക്ക് അനുഗ്രഹമായി തീർഹിതപ്രകാരം ജീവിക്കാൻ കൃപയുമായി വിശുദ്ധിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൃപയുമായി അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ വാഗ്ദത്തങ്ങളൊക്കെയും പ്രഭയുടെ ഏറ്റെടുപ്പാൻ കൃപയുമാറാണമേ. കർത്താവെ സ്തോത്രം. എല്ലാ അടച്ചവാതുകളും യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. അടഞ്ഞവാതിൽ യേശുനാമത്തിൽ തുറക്കട്ടെ. അടഞ്ഞവാതിൽ യേശുനാമത്തിൽ തുറക്കട്ടെ. കർത്താവ് എല്ലാ ആവശ്യങ്ങളിലും കൂടെ വരുത്തുണ്ട്. ഈ സമാന സന്തോഷവും സ്വസ്ഥയും കൂടെ ഇരിക്കുമാറാണമേ. തിരക്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകൾക്ക് ഒതുക്കൾ കൂടി നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് വീണ്ടും വന്ന യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.